നീ പോടാ. പിന്നെ എന്റെ വാപ്പയുള്ളക്ക് കാറ് പിടിച്ചു നിൽക്കുന്നു, നിന്നോട് നീച്ച് പോവാൻ പറയും എന്റെ കാറിനകത്തുനിന്ന്. നായിടാ അത്. നല്ല ഇനം ഡ്രാഗൺ കുഞ്ഞുങ്ങൾ. ഡ്രാഗൺ കുഞ്ഞുണ്ടെങ്കിൽ ഞാൻ പോടാന്ന് പറഞ്ഞു കൊടുത്ത അവന് തൊള തിരികെ കൊടുക്കുക, കൊണ്ടുപോട്ടെ. അതേപോലെ ഇന്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കൂതി കമന്റ് ഇടുന്ന ആരാ? ഇന്റെ കൂതി കാണണം എന്നുള്ളത് രാവിലെ തൂറാൻ നേരത്തെ വിളിക്കുക, കൂതി കാണിച്ചു തരാം. അല്ല, ഇന്റെ എല്ലാ വീഡിയോയുടെ അടിയിൽ കൂതി കാണണം എന്നുള്ളത്. ഇന്റെ കൂതി ഇത്ര ഡിമാൻഡാ? ഞങ്ങളൊക്കെ കണ്ടിട്ട് മതി. കണ്ടിട്ട് മതി. അല്ല, അങ്ങനെ ഇരിക്കും ബാക്കിൽ നിന്ന് ഇരിക്കുമ്പോ ഞാൻ അത് കാണല്ലേ. ഞാൻ പറയണത് ഇവനൊക്കെ കാറിൽ പോകുമ്പോ എണീച്ചിക്കണ ഒരു ശീലമുണ്ട്. അപ്പൊ ഞാൻ ബാക്കിലിരിക്കുമ്പോ ചിലപ്പോ എന്തത് ഞാൻ നിങ്ങളപ്പൊ ഇത് കൂതി നോക്കാൻ ഇട്ട കൂതിയാണ്. ചങ്ങായിമാരെ, കഴിഞ്ഞ ദിവസം സീക്രട്ടേജന്റെ ചാനലിൽ ലൈവ് കാണാനിടയുണ്ടായിരുന്നു. ലൈവില് സീക്രട്ടേജൻ നല്ല രീതിയിൽ തന്നെ തെറി പറയുന്നത് നമുക്ക് കാണാം. ഈ തെറി പറയലൊക്കെ കണ്ടവർ പോലും ഞാൻ ആ ലൈവ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട്, സത്യം പറഞ്ഞാൽ ഇല്ലെന്നൊന്നും പറയുന്നില്ല. അതിനുശേഷം കുറച്ച് ട്രോൾ വീഡിയോസും കണ്ടിരുന്നു. ഈ ലൈവിൽ സീക്രട്ടേജൻ തെറി പറയുന്നതിനെ ട്രോൾ ചെയ്യാൻ അതും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. ഞാനൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഏത് രീതിയിൽ ഏത് കാറ്റഗറിയിൽ ചാനൽ തുടങ്ങണമെന്നുള്ള ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലരും എനിക്ക് സജസ്റ്റ് ചെയ്താണ് ഈ പറയുന്ന ട്രോൾ വീഡിയോസൊക്കെ ചെയ്യടാന്ന്. ഞാനും കുറച്ച് ശ്രമിച്ചു നോക്കി. പക്ഷേ അത്രത്തോളം ക്ഷമ നമുക്കില്ല. ക്ഷമ ആട്ടിസൂപ്പിൻ്റെ ഫലം ചെയ്യുന്നതാണ്, പക്ഷേ അത്രത്തോളം ക്ഷമ നമുക്കില്ല. കാരണം പല സിനിമയിലും പല കോമഡി രംഗങ്ങൾ കട്ട് ചെയ്യണം, അത് ഇതുപോലെ ഒരു വിഷയം കിട്ടും, അതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യണം, എന്നിട്ട് പോസ്റ്റ് ചെയ്യണം. ആ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കോപ്പിറൈറ്റും കാര്യങ്ങളും വരും, അത് വീണ്ടും ഡിലീറ്റ് ചെയ്യണം, വീണ്ടും അങ്ങനെയുള്ള ക്രിയേറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. വളരെ തലവേദന പിടിച്ച പരിപാടിയാണ്. അപ്പോൾ നമ്മൾ വിട്ടു. എന്നിട്ടാണ് ഈ റിയാക്ഷൻ ചാനലിൽ ഈ റിയാക്ഷൻ വീഡിയോസൊക്കെ തുടങ്ങിയത് തന്നെ. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം. ഈ ട്രോൾ വീഡിയോസ് ഞാൻ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത്. അങ്ങനെ ഇരിക്കണം ഇൻസ്റ്റാഗ്രാമിൽ 2 മെസ്സേജ് കണ്ടത്. മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഇത്രേ ഉള്ളൂ: ഷെഫീന ബീവിയും ഇതുപോലെ തന്നെയാണ് ലൈവിൽ അവർക്ക് വരുന്ന കമന്റുകൾക്ക് മോശമായ രീതിയിൽ അഭിപ്രായം പറയും. ആ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കുരുപൊട്ടുന്ന പരിപാടിയാണ്. എന്നാൽ സീക്രട്ടേജന്റ് ലൈവിൽ ഇത്ര മോശമായ രീതിയിൽ ഭാര്യനെയും കൂട്ടുകാരനെയും അടുത്തിരുത്തിയിട്ട് പോലും സംസാരിക്കുന്നു, നിങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നു. ഇതെന്ത് നിലപാടാണ് എന്നായിരുന്നു ചോദ്യം കറക്റ്റാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. കാരണം സീക്രട്ടേജന്റ് അടക്കം ഷെഫീന ബീവിന ഈ തെറി പറയുന്നതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി, അതും ഈ പറയുന്ന കിക്ക് എന്ന സംഘടനയുടെ സെക്രട്ടറി ആയിരിക്കുന്നു. അതേപോലെ തന്നെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരെ എണ്ണ കൊടുത്താൽ തന്നെ അത് ഫസ്റ്റ് നിൽക്കുന്നൊക്കെ ആയ വ്യക്തിയാണ്. അതും 7 ലക്ഷത്തോളം സബ്സ്ക്രൈബറുള്ള സീക്രട്ടേജന്റ് എന്നൊരു വ്യക്തി ലൈവിൽ ഇത്രത്തോളം മോശമായിട്ട് തെറി പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല എന്ന് തന്നെ പറയുള്ളൂ. എന്നിരുന്നാലും ഇതേപോലെയുള്ള കമന്റുകൾ വരുമ്പോൾ അതിന് ഇതുപോലെയുള്ള കമന്റുകൾക്ക് മറുപടി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അതും ശരിയല്ല. ആദ്യം തന്നെ ഇതുപോലെയുള്ള കമന്റ് ഇടുന്ന നായികളോട് പറയാനൊന്നേ ഉള്ളൂ: നീയൊക്കെ കമന്റ് ഇടുമ്പോൾ നിന്റെ വീട്ടുകാർക്കടക്കം ഇതുപോലെയുള്ള വിളി കേൾക്കും. എന്ത് കാര്യം ഉണ്ടായിട്ടാണ് മുത്തുകളെ ഇങ്ങനത്തെ കമന്റ് ഇടുന്നത്? ഇനി ഇത്രത്തോളം കഴപ്പുണ്ട്, ഇത്രത്തോളം ചൊറിച്ചിലുണ്ടെങ്കിൽ നീയൊക്കെ പോയി വല്ല മുരുക്കുമേ കയറി. അയലത്തോളം പള്ളിയുടെ വക്കത്തുണ്ടാവും, വല്ല മുരുക്കും, അവിടെ കയറി അങ്ങോട്ട് ഒരയാ. അല്ലാതെ ഇതുപോലെ മറ്റുള്ളവരുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇതുപോലെയുള്ള ചൊറിയുന്ന കമന്റുകൾ ഇടാതിരിക്കുക, ഫസ്റ്റ് ശ്രമിക്കുക. കാരണം ഇട്ട് തന്നെ ഇതുപോലെയുള്ള മറുപടിയാണ് കേൾക്കുന്നത്. ഇനി വിഷയം വീണ്ടും വ്യതിചലിച്ചു പോകുന്നില്ല. സീക്രട്ടേജന്റ് ഈ തെറി പറയുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ ആദ്യം പറയുന്നതിനേക്കാൾ മുമ്പ് സീക്രട്ടേജന്റ് ആ പറഞ്ഞ തെറി നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇതിന് എൻ്റെ മോണിറ്റേഷനോ ആവോ ഇല്ലൊന്നും എനിക്കറിയില്ല. കാരണം തെറിയ ഉള്ള വീഡിയോസൊക്കെ ഇട്ട് ചിലപ്പോൾ മോണിറ്റേഷൻ ഓൺ ആവാൻ ചാൻസ് ഇല്ല. എന്നിരുന്നാൽ പോലും ഈ വിഷയം സീരിയസ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഈ വിഷയം സംസാരിക്കേണ്ടതായതുകൊണ്ടും നമുക്ക് ഈ വീഡിയോ ചെയ്യാം. കണ്ടു നോക്ക്, ലൈക്കും കമൻറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാനിത് ചെയ്യുന്നത് ശരിയാണോ ഇല്ലയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ശരിയുണ്ടോ ഇല്ലയെന്നുള്ളത് നിങ്ങളെ കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. ആദ്യം സീക്രട്ടേജന്റ് പറയുന്നത് ലൈവിലുള്ള കമൻറ്റുകളും അതിന് കൊടുക്കുന്ന മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതുണ്ടൊന്ന് ഞാൻ കണ്ടത് കൂതി തരുമോന്ന് ഇനി ചോദിക്കണോടാ പറയാനുള്ളേ. കൂതി മാത്രാവില്ല, തൂറി തീട്ടമായ തേച്ചരും. എനിക്കതാണ് ഇഷ്ടം. ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണ്. ഓക്കെ, ഇങ്ങനത്തെ അസഭ്യം ഞങ്ങളെ കൊണ്ട് കൂടി കേൾപ്പിക്കണോ? ഞങ്ങള് കേട്ട് മടുത്തിരിക്കാണ്. കാരണം ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല, പരമ ചെറ്റാണ്, വെറും തെണ്ടി. അല്ല, ഇങ്ങോട്ട് പറഞ്ഞാ ഞാൻ ഒട്ടും വിട്ടുകൊടുക്കൂല. നല്ല രീതിയില് നല്ല കിട്ടുന്നുണ്ടേന്ന്. ചിത്തുവായിന് ഹണി ട്രാപ്പുകാർ പോലും വിളിക്കുന്നില്ലല്ലോ. ഹണി ട്രാപ്പുകാർ വിളിച്ചിട്ടൊന്നല്ല, അവിടെ പോയി കയറി കൊടുക്കുകയാണ് ചെയ്യാ. ചിത്തുവായി രാവിലെ ഹണി ട്രാപ്പിന്റെ മുന്നേ പോയിട്ട് ഇന്നൊന്ന് വിളിക്കണം ധൈര്യം ഉണ്ടെങ്കിൽ വിളിക്കണം. ഒക്കെ ഡെയിലി സ്നേഹിക്കു കളിച്ചു കൊടുക്കുന്നുണ്ടോ? അല്ല, പിന്നെ എന്റെ ഭാര്യക്ക് ഞാനല്ല കളിച്ചു കൊടുക്കാൻ, എന്റെ വാപ്പ ഒന്ന് കളിച്ചു കൊടുക്കും. നായി ഇവൻ ഏതോ ഉളുപ്പില്ലാത്തവൻ. ഇതെന്തറിയോ, ഈ അമ്മാവൻ കാലഘട്ടത്തിലുള്ള ഒരു സംശയമാണ്. ഒരു ഭാര്യയും ഭർത്താവും ആകുമ്പോ അവര് കളിക്കില്ലേ? വി ഡു സെക്സ് മാൻ. ഞങ്ങള് പിന്നെ സെക്സ് അല്ലാതെ പിന്നെ എന്താ ചെയ്യാ? തുറന്നു വെച്ച് ബയോളജി ബുക്ക് വായിക്കൂ. അതാണ് ഞങ്ങൾ ചെയ്യുക. എന്റെ വാപ്പി എന്റെ ഉമ്മി ഇരുന്ന് എന്നെ ഉണ്ടാക്കിയ പോലെ തന്നെ ഞങ്ങൾ ഇരുന്ന് കളിക്കും. ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കണില്ല എന്നേ ഉള്ളൂ.
ഇവനൊക്കെ ഏതാണ് ഇവരൊക്കെ മരപ്പാഴ്. 299 റീചാർജ് ചെയ്യാൻ എന്തൊക്കെ അവതാരം സമയം 10 ചെയ്താൽ എന്തൊക്കെ അപരാധം കാണണം. അല്ല എന്നോട് ആരെങ്കിലും പറഞ്ഞു അപരാധം കാണാൻ വേണ്ടിട്ട് സിദ്ധാർത്ഥ വീനോട് റീചാർജ് ചെയ്യാല്ലേ? അനക്ക് ഇത്ര വലിയ എന്താ പറയാ അപരാധം കാണുന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ നോക്കിയാ പോരെ. ഇവിടെ ആരും കേട്ടില്ലേ? വന്ന കമന്റുകൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് കൊടുത്തത് സീക്രട്ട് ഏജന്റ്. ഇല്ലെന്നൊന്നും പറയുന്നില്ല. പിന്നെ സീക്രട്ട് ഏജന്റ് ഈ പറയുന്ന തെറികളൊന്നും പിള്ളേർ കാണൂല, അല്ലെങ്കിൽ കാണാനുള്ള ഇതിലല്ല ചെയ്തിരിക്കുന്നത്. 8+ ഓൺ ആക്കിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പിള്ളേർക്കുള്ള വീഡിയോസ് അല്ല ചെയ്യുന്നത്, മുതിർന്നവർക്ക് ഈ 18 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇന്ന് പല കുട്ടികൾ, ചെറിയ കുട്ടികൾ വരെ ഫോൺ യൂസ് ചെയ്യുന്നതാണ്. നമ്മളെക്കാളും നല്ല രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയകൾ ഹാൻഡിൽ ചെയ്യാൻ കുട്ടികൾക്കറിയാം. കാരണം എന്ന് വെച്ചാൽ ഈ കൊറോണ ഒക്കെ ആയതിനു ശേഷം ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആയപ്പോൾ എല്ലാ കുട്ടികളുടെ കയ്യിൽ ഫോണുകളായി. തുടർന്ന് കുട്ടികൾ എല്ലാ മേഖലകളും ഫോണിൻ്റെ ഉള്ളിലുള്ള നെറ്റ് വഴിയുള്ള എല്ലാ മേഖലകളും അവർ യൂസ് ചെയ്ത് തുടങ്ങി. അതേപോലെ തന്നെ 80+ ഉള്ളതെന്ന് തന്നെ എടുത്താൽ തന്നെ പല കുട്ടികളും ഫോൺ യൂസ് ചെയ്യുന്നവർ മാതാപിതാക്കളുടെ കയ്യിലുള്ള ഫോണുകളാണ്. അത് അവർ മാതാപിതാക്കളുടെ ആയതുകൊണ്ട് തന്നെ അതിൽ ഈ പറയുന്ന സീക്രട്ട് ഏജന്റിൻ്റെ എല്ലാവരും വീഡിയോസ് ചെല്ലും. കാരണം 80+ മുകളിലുള്ളവരുടെ ഫോണാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ അതിൽ ചെല്ലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു ലേഡി മെസ്സേജ് ഇട്ട് നിന്നപ്പോൾ തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ, അതും ഈ മറ്റൊരു വ്യക്തി തെറി പറയുന്ന വീഡിയോനെ കുറിച്ചാണ് പറഞ്ഞത്. അവർ ഈ മോശമായ തെറി പറയുന്നത് മകളുടെ കയ്യിലിരുന്ന ഫോണിൽ കൂടിയാണ് കേട്ടതെന്നാണ്. വേദന ഫോൺ അവർ മേടിച്ചു, എന്നിട്ട് എന്ത് ചെയ്ത് ആ വീഡിയോസ് അവരെ അൺസബ്സ്ക്രൈബ് ചെയ്തു എന്നാണ് പറഞ്ഞത്. കാരണം 7 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ളവരാകുമ്പോൾ അവരെ പല അമ്മമാരും ഈ പറയുന്ന വ്യക്തികളുടെ ഒക്കെ ചാനലിലെ വീഡിയോസ് കാണുന്നവരായിരിക്കും. ഇവർ മാത്രമല്ല കാണുന്നത്, ഇവരെ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരും ചിലപ്പോൾ ഈ ഫോൺ എടുക്കുന്ന സമയത്താണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിൽ ആ സമയത്ത് നോക്കുന്ന സമയത്ത് ഇവർ പറയുന്ന തെറിയും കാര്യങ്ങളൊക്കെ കാണും. സീക്രട്ട് ഏജന്റ് മാത്രമല്ല പറയുന്നത്, ഇതുപോലെ സോഷ്യൽ മീഡിയ വന്നിട്ട് വളരെ മോശമായ രീതിയിലുള്ള സംസാരിക്കുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത്. അവർ ഇതുപോലെയുള്ള വീഡിയോസ് ഇതുപോലെയുള്ള മോശമായ രീതിയിൽ അനാവശ്യ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് പലരും കാണുകയും അത് പിന്നീട് അത് പല കുട്ടികളിലും രജിസ്റ്റർ ആവുകയും ചെയ്യും. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ വെച്ച് തെറി പറഞ്ഞാൽ തന്നെ വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണെന്നും, വീട്ടിൽ വെച്ച് തെറി പറഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നതാണെന്നൊക്കെ പറയുന്ന രീതിയിൽ ഇന്ന് കുട്ടികൾ തെറി പറയുന്നുണ്ടെങ്കിൽ, മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, മോശമായ രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ കാരണമാണ്. ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കൺമുന്നിൽ എത്തുന്നുണ്ട്. അതിൽ ഏതാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് സ്വീകരിക്കേണ്ടതെന്നൊക്കെ നമ്മുടെ തലച്ചോറാണ് പറയുന്നത്. പകരം ഈ കുട്ടികൾക്ക് അത് നല്ലത് ഏത് ചീത്ത ഏതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ല. പകരം അവരെ കൺമുന്നിൽ ഏതാണ് കിട്ടുന്നത് അവരത് എടുത്ത് കാണും. ഇപ്പം ഇതുപോലെയുള്ള തെറി പറയുന്ന വീഡിയോസിൽ ഇവർ എൻജോയ് ചെയ്ത് ചിരിച്ച് കളിച്ചിട്ടാണ് ഈ തെറി പറയുന്നതും ഈ മോശമായ രീതിയിലുള്ള ഡയലോഗുകൾ പറയുന്നത്. ഈ കാണുന്ന കുട്ടികൾക്ക് അത് കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഇവർ എൻജോയ് ചെയ്താണ് പറയുന്നത്, അപ്പം എൻജോയ് ചെയ്യാൻ പറ്റുന്ന വിഷയമാണ് ഇതെന്ന് മനസ്സിലാക്കി അതങ്ങനെ രജിസ്റ്റർ ചെയ്ത് തന്നെ ചിലപ്പോൾ അത് മറ്റുള്ളവരോടും ഈ കുട്ടികൾ അത് ആവർത്തിക്കും. ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഒരു തെറിവാക്ക് ഒരു കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യം ഒരു കുട്ടിയാണ് എന്ന തമാശയിൽ എടുത്താൽ പോലും പിന്നീട് അത് മറ്റുള്ളവരോട് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. ഫാമിലിക്ക് മാത്രമല്ല കേട്ടോ, കുട്ടിക്കും പല ആവർത്തി പറയുന്ന കാര്യങ്ങൾ രജിസ്റ്റർ ആക്കിയാൽ പിന്നെ അത് എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആദ്യമൊക്കെ ഒരു തമാശയായിരിക്കാം, പിന്നെ അതൊരു ശീലമാവും, പിന്നെ ആ ശീലം മാറ്റാൻ പറ്റാത്ത സ്വഭാവമായി മാറും. സ്വഭാവമായി കഴിഞ്ഞാൽ പിന്നെ ആർക്കും മാറ്റാൻ കഴിയില്ല. കാരണം സ്വഭാവമാണ്, ജീവിത ചര്യയാണ്, അതാർക്കും മാറ്റാൻ കഴിയില്ല. അപ്പം ഇതുപോലെയുള്ള സീക്രട്ട് ഏജന്റിനെ പോലെ തന്നെ കുറച്ച് ഈ പറയുന്ന കിക്കുന്ന സംഘടന സെക്രട്ടറിയും അതേപോലെ തന്നെ ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന വലിയൊരു മനുഷ്യനാണ്. ഇത്രത്തോളം സബ്സ്ക്രൈബർ ആയതും ഇത്രത്തോളം ആൾക്കാർ വെയിറ്റ് ചെയ്ത് വീഡിയോ കാണുന്നതൊക്കെ ആയ ഒരു വലിയൊരു വ്യക്തി ഈ പറയുന്ന തെറി പറയുന്ന ഷെഫിൻ അബീബിനെ പോലും എതിർത്ത് ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യുന്ന, മകളെ അടുത്ത് നിന്നിട്ട് ഇതേപോലെയുള്ള മോശമായ വീഡിയോസ് ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെ ചോദ്യം ചെയ്ത വ്യക്തി തന്നെ ഇതുപോലെ വീഡിയോയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഇതേപോലെ മറുപടി കൊടുക്കുന്നത് ശരിയല്ല. സീക്രട്ട് ഏജന്റ് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, എനിക്ക് തെറി പറയാൻ തോന്നി ഞാൻ കണ്ണു പൊട്ടത് തെറി പറയുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ സീക്രട്ട് ഏജന്റ് അത് പറയാറില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും ഇങ്ങനെ ലൈവിൽ വന്ന് ഇതുപോലെയുള്ള തെറി പറഞ്ഞത് ശരിയായില്ല എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇങ്ങനത്തെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ, അതേപോലെ മോശമായ കമൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് സ്കിപ്പ് ചെയ്ത് കളയുകയല്ലാതെ അതിന് മറുപടി കൊടുത്തു. അതിനേക്കാളേറെ മോശമായ രീതിയിലുള്ള മറുപടി കൊടുത്തത് വളരെ മോശമായി പോയി. അത് സീക്രട്ട് ഏജന്റിന്റെ വീഡിയോസ് കാണുന്ന പല അമ്മമാരുടെ ഫോണുകളിൽ നിന്ന് പല കുട്ടികളും കാണാനിടയായി കഴിഞ്ഞാൽ, പല അച്ഛന്മാരുടെ ഫോണിൽ നിന്ന് പല കുട്ടികളും കാണാനിടയായി കഴിഞ്ഞാൽ അവർക്ക് അത് അത്ര നല്ലതൊന്നല്ല. നമ്മൾ എല്ലാ രീതിയിലും ചിന്തിക്കണം. ഇപ്പം ഒരാൾ പറയുന്ന കാര്യം ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ സഞ്ചരിക്കും വ്യതിചലിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേ പറ്റൂ. അങ്ങനെ ഇതേപോലെ ഒരു സോഷ്യൽ മീഡിയ നിൽക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇത്രയും ആൾക്കാരിലേക്ക് എത്തുന്ന വീഡിയോസൊക്കെ ആകുമ്പോൾ നമ്മൾ എല്ലാം ശ്രദ്ധിച്ച് എല്ലാ രീതിയിലും സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഒരാൾ ഉപദേശിക്കുകയും ഒരാളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മളിൽ ആ കുറ്റമോ നമ്മളിൽ ആ പറയുന്ന പോലെയുള്ള മിസ്റ്റേക്കോ ഇല്ലാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം എന്ന് പറയുന്നുള്ളൂ. നിങ്ങളത് ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്നു. എനിക്ക് വന്ന കമൻറ്റ്, എനിക്ക് വന്നിരുന്ന മെസ്സേജ്, അതിനുള്ള മറുപടിയും കൂടിയാണെന്ന് നിങ്ങൾ സ്വീകരിക്കുക. ബൈ.